വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? 21-ന്റെ 1 മുതൽ 8 മുതലുള്ള ഭാഗങ്ങൾ ഒരു ചെറിയൊരു റിവ്യൂ എടുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. 21-ന്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ഇതായിരുന്നു നമ്മൾ പഠിച്ചവർ. ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. സ്തോത്രം. നമ്മളുടെ ജീവിതത്തിൽ നാം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? മുമ്പ് പാടിയമാതിരി എന്തിനു വേണ്ടിയാണ് പ്രത്യാശിക്കേണ്ടത്? അവനോടുകൂടെ വസിക്കുന്ന ഒരു പ്രത്യാശയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോഹന്നാൻ പറയാണ്, ഞാൻ പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും കണ്ടു, അതിനകത്ത് ഇനി എന്തില്ല? സമുദ്രം ഇനിയും അതിനില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് തന്നെ മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന യെരൂശലേം, പുത്തനാം യെരൂശലേം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. സ്വർഗം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ വെളിപ്പാട് പുസ്തകം 21-ഉം 22-ഉം അധ്യായങ്ങളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. വേറൊരു ഭാഗത്തും ഇത്രയും വിശദമായിട്ട് സ്വർഗത്തെ പറ്റി പഠിപ്പിക്കുന്നതായിട്ട് വിശുദ്ധ വചനത്തിനകത്തില്ല. സ്തോത്രം. സ്വർഗത്തിൽ പോകാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? സ്വർഗത്തിൽ പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ലോകത്തിൽ ഏത് വ്യക്തിയോട് ചോദിച്ചു പറഞ്ഞാലും അവർക്കെല്ലാം എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. ദൈവത്തെ വിളിക്കാത്തവനും എവിടെ പോകണം? കാരണം അവർക്ക് ഒരു കാര്യം അറിയാം, ഏത് വ്യക്തിക്കും അറിയാം, ദൈവത്തെ വിളിക്കുന്നവരായാലും ശരി വിളിക്കാത്തവരായാലും ശരി ദൈവം ഇല്ലാന്ന് പറയുന്നവരായാലും ശരി ആ മരിച്ചാൽ ആത്മാവ് വെള്ളത്തിൽ പോകുമെന്നറിയാം. സ്തോത്രം. അവനറിയാം ഈ നരകമെന്ന് പറയുന്ന ഒന്നുണ്ടെന്നുള്ളവരും അറിയാം. അവന്റെ അന്തർഭാഗത്തുണ്ട്. ഞാൻ കള്ളു കുടിച്ച് വല്ലാതെ നടന്ന സമയത്ത് എന്നോട് വെച്ച് ഓരോരുത്തരൊക്കെ പറയാറുണ്ട്, നിന്നെ പിശാചിന് പോലും നിന്നെ വേണ്ട. സ്തോത്രം. സ്തോത്രം. നിന്നെ പാതാളത്തിൽ പോലും വേണ്ട, നിന്നെ അവിടെ കേരളത്തിലെന്ന് പറഞ്ഞുണ്ട്. അത്രയ്ക്ക് പഠിക്കണമെന്നാ പറഞ്ഞത്. സ്തോത്രം. അപ്പൊ പാതാളത്തിന് പോലും വേണ്ടാത്ത രീതിയിൽ ജീവിച്ചിരുന്ന എന്നെ സ്വർഗത്തിന് അംഗീകരിക്കാൻ മനസ്സ് തോന്നി. സ്തോത്രം. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ അംഗീകരിക്കാൻ മനസ്സാണ്. സ്വർഗത്തിൽ പോകാൻ നമ്മൾ മനസ്സ് വെച്ചാൽ ദൈവം നിന്നെ അംഗീകരിക്കാൻ മനസ്സാണ്. സ്വർഗത്തുണ്ടെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഒരിടത്തൊന്ന് പോവുക, ഇപ്പൊ നമ്മൾ ഏതൊരു ഡോക്ടറെ കാണാൻ പോകണം എന്ന് പറയുക, ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോയിന്റ്മെന്റ്. നമ്മളേതെങ്കിലും നല്ല ഒരു പാർട്ടി നമുക്കിപ്പോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിലോ അതിന് റിസർവേഷൻ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അയ്യോ ഞാനും കല്യാണത്തിന് വരുന്നുണ്ട് ബന്ധുക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അന്നേരം അവിടെ ചെന്നാല് പറ്റുമോ? മേശയില്ല. റിസർവ് ചെയ്യാം. അച്ഛൻ എന്തായാലും റിസർവ് ചെയ്യാതെ ചോദിക്കും. ഇനിയിപ്പോ പറ്റത്തില്ലെന്ന് പറയും. എത്ര വലിയ വീട്ടുകാരാണെന്ന് പറയാൻ. അപ്പൊ ഇതിനെന്താ ചെയ്യണം? ഒരു സ്വർഗത്തിൽ പോകുന്നത് എന്ത് ചെയ്യണം? അമേരിക്കയിൽ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ കേരളത്തിലോട്ട് പോലെ അവിടെ ഫ്ലൈറ്റിലോട്ട് കയറി നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ് കയറുന്നവർ കയറിയാൽ മതിയോ? പറ്റത്തില്ല. അതിനെന്ത് ചെയ്യണം? റിസർവേഷൻ ഉണ്ട്. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തോ ചെയ്യണം? ഓക്കെ, റിസർവേഷൻ. ആ റിസർവേഷനെ വരാം. അതിനു മുമ്പ് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 7 കാര്യങ്ങൾ ഉണ്ടാകില്ലാതെ ഞാൻ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സ്വർഗത്തിലെ പ്രത്യേകം അവിടെ ഇനി സമുദ്രം ഇല്ല, കണ്ണുനീർ ഇല്ല, ദുഃഖവും കഷ്ടവും മുറവിളിയും ഇല്ല, മരണം ഇനി ഇല്ല, അവിടെ സെമിത്തേരി ഇല്ല. സ്തോത്രം. അവിടെ ക്ഷാമം ഇല്ല, അവിടെ രാത്രി ഇല്ല. സ്തോത്രം. അവിടെ ഇല്ല 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 എന്ന് പറയുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം നിലയ്ക്ക് ഇതെല്ലാം ഉണ്ടാകും 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 എന്ന് പറയുമ്പോ ഇവിടെ ഇല്ല 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 എന്നാണ് പറയുന്നത്. സ്തോത്രം. സമുദ്രം ഇനിയും ഇല്ല, കണ്ണുനീർ ഇനിയും ഇല്ല, ദുഃഖവും മുറിവിനെയും കഷ്ടവും ഇനിയും ഉണ്ടാകില്ല. കണ്ണുനീരിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. കണ്ണുനീരിന്റെ വില എന്തുമാത്രം വലിപ്പം ഉണ്ടായിരുന്നു. സ്തോത്രം. ചാടുന്നവരെ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ. കണ്ണുനീരിന്റെ മഹാത്മ്യത്തെ പറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഞാൻ DVD എടുത്തിട്ട് തരാം. കണ്ണുനീരിന്റെ വില എന്തുമാത്രം ഉണ്ടെന്നുള്ള വിവരം. സമുദ്രം എന്തുകൊണ്ടില്ല? ഇവരെല്ലാവരും പറഞ്ഞ സമുദ്രത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ദൈവം മാത്രമല്ല, ഇവരെല്ലാം അംഗീകരിച്ചു സമുദ്രം. നിങ്ങളെല്ലാം പറഞ്ഞു സമുദ്രം വേണ്ടാന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ വചനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തീരുമാനിക്കണം വേണോ വേണ്ടായിരുന്നു.
സ്തോത്രം. ഹല്ലേലൂയ. അത് ഞാൻ തരാം, കാണാൻ തരാം, മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടു. യോഹന്നാൻ കണ്ടു. രണ്ടാമത് യോഹന്നാൻ കേട്ടു. എന്താണ് യോഹന്നാൻ കേട്ടത്? സ്തോത്രം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആദ്യം ദൈവം എന്ത് ചെയ്തു? ഏതാ തോട്ടത്തിൽ വെച്ച് മനുഷ്യനെ ഏതാ തോട്ടത്തിൽ വെച്ച് ഇറക്കി വിട്ടു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ ദൈവം മനുഷ്യനോടുകൂടി വസിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രമല്ല, മൂന്നാമത്തെ വിഷയം കണ്ടത് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 7-ാമത്തെ വാക്യം ജയിക്കുന്നവന് 7-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ആദ്യവും അന്ത്യവും. ദാഹിക്കുന്നവന് ഓക്കെ. ഇത് ആർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്? നമുക്ക് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടെ വായിച്ചു നോക്കി. ഒന്നുകൂടെ വായിച്ചു. ഒന്നിനെ വായിച്ചു നോക്കുക. 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഒന്നിനെ വായിക്കും. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കിട്ടത്തില്ല. ദാഹിക്കുന്നവന് എല്ലാവർക്കും കിട്ടത്തില്ല. ഇത് ദാഹിക്കുന്നവന് മാത്രമേ വയറ് നിറച്ച് എനിക്ക് ആ വർഷം ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നവർ വിട്ടു നോക്കൂ. ഇല്ല. നിനക്ക് അതിന് ദാഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. ഇല്ലാത്തവന് 22-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം യേശു എന്താ പറയുന്നത് നോക്കുക. ആത്മീയ ദാഹം ഒന്നല്ലേ. ആത്മീയ ദാഹം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പണി നടക്കത്തൊന്നുമില്ല. ഇവിടുത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ഇരുന്നിട്ട് ദൈവത്തിൽ നിന്ന് കുടിക്കണമെന്നുള്ള ദാഹം വേണം. ഇത് ഇപ്പോഴത്തെ ആത്മീയദാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ആളാണെന്നുള്ളതാണ്. 22-ന്റെ 14-ാമത്തെ വാക്യം. വിളിക്കപ്പെട്ടവർ അനേകം. ഓ പ്രൈസ് ദി ലോർഡ്. അപ്പൊ അനേകര് വിളിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ പോനാ? കല്യാണത്തിന് വിളിക്കപ്പെട്ടവര് അനേകരുണ്ട്. പക്ഷെ 7-ാം അധ്യായത്തിനൊന്ന് പോയി. 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പോകുന്ന 13 കൂടെ വരെ. ഇടുക്കുവാതിലൂടെ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരുമാകുന്നു. ശ്രദ്ധിച്ചേ. ജീവൻ ഇടുക്കുവാതിലൂടെ കിടപ്പാൻ കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലതും വഴി കൂടി കടക്കുന്നവർ അനേകരാകുന്നു. ജീവനിലേക്കുള്ള വാതിൽ ഇടുക്കവും കണ്ടെത്തുന്നവർ അവ ക്ഷണിക്കപ്പെട്ടവര് അനേകരുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇതെല്ലാം വാദം അടിച്ചുകൊണ്ട് നടന്നാലൊന്നും പണിയൊന്നും നടക്കത്തില്ല. സ്വർഗത്തിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രകാരം ജീവിക്കണം. നമുക്ക് ഇതിനകത്ത് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത്ഭുതങ്ങൾ പലത് കാണാൻ സാധിക്കും. പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിന് സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ താഴെ ഉണ്ട്, എഴുതിയിട്ടുണ്ട്. അതിന്റെ 21-ാമത്തെ വാക്യം 21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കും. അപ്പൊ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നു. ഇത് ഞാൻ പറഞ്ഞോ? ഇതാര് പറഞ്ഞു? യേശു പറഞ്ഞു. ഇതിനെ മാറ്റാനായിട്ട് ലോകത്തിൽ ഒരു മനുഷ്യനും പറ്റത്തില്ല, ഒരു ദൈവത്തിനും പറ്റത്തില്ല, വേറൊരു ദൈവവും ഇല്ലതാനും. പിന്നെ അടുത്ത പറയുന്നത്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പൂതകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ എന്ന് പലരും അന്നാണ് എന്നോട് പറയും. അപ്പൊ എന്ന് പറഞ്ഞാൽ പൂതകളെ പുറത്താക്കാൻ കഴിയും. രോഗികളെ സൗഖ്യമായതുകൊണ്ട് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല.
ഈ ഇസ്രായേൽ മക്കൾ മുഴുവനും ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട അവരാരും കനാന്തേശം കണ്ടില്ല. ഓക്കെ, ഇത് വളരെ നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. ഈ സ്വർഗം എന്ന് പറയുന്നത് നിസാരമല്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നിത്യ നരകം, കത്തുന്ന പൊയ്കയാണ്. ഇത് ഈ ഈ ഇവിടെ ചെന്നിട്ട് ചർച്ച കളിച്ചാലോ നാടകം കളിച്ചാലോ ഇതൊന്നും കൊണ്ടൊന്നും സ്വർഗത്തിൽ ചെല്ലത്തില്ല. സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് മനഃപൂർവ്വമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ചെന്നെത്താവുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. പരമാവധി സുഖമാണ് സ്വർഗം നമ്മൾ കാണാൻ പോകുന്നത്. സ്തോത്രം. ഇത് നമുക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഇവിടെ കാട്ടിപ്പിട്ടി എത്ര ആൾ ജീവിക്കാൻ പറ്റും? 80, 60 വയസ്സ് വരെയൊക്കെ ഒരു ഭംഗിയായിട്ടൊക്കെ ജീവിക്കും. 50 വയസ്സ് കഴിയുമ്പോഴേ ഇവിടെ എല്ലാവർക്കും നെറ്റ് വരാൻ തുടങ്ങും, ഗുണഗ്രാമിന്റെ എഴുത്ത് വരാൻ തുടങ്ങും. അത് ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ വേറൊരു അസുഖം പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പ്രോസ്റ്റേറ്റിന്റെ, അതിന്റെ പേര്. പിന്നെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ മമ്മോഗ്രാമിന്റെ പേര്. ഇതൊന്നും പേടിക്കുക. ഇപ്പൊ അവന്റെ പുതിയ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന പുതിയ പരിപാടി എന്തുവാ? തക്കാളിപ്പനി. അത് ദേഹത്ത് ചുമന്ന് പനി പോലെ ചുമന്ന് വരും. അത് കഴിഞ്ഞുണ്ടെങ്കിൽ അത് കുടുന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അത് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അത് പുഴു ഇറങ്ങി വരും. രോഗങ്ങളുടെ ലിസ്റ്റ് അതായത് മാംസം അടന്നു വീഴും, പുഴു വരുന്നെന്ന് പറയുന്നു. ഈ രോഗങ്ങളുടെ ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിച്ചാൽ മതി. രോഗങ്ങളുടെ എത്രമാത്രം രോഗങ്ങളുടെ ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കണമെന്ന് രോഗങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ അറിഞ്ഞുകൂടാത്ത രോഗങ്ങളെല്ലാം അതില് ഉണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ തരാം. ഞാൻ റിസർവേഷൻ വേണ്ടിയൊക്കെ എടുത്തോളെ. റിസർവേഷൻ ടിക്കറ്റ്. സ്വതന്ത്രം 1 പത്രോസ് 1-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം. ഇത് റിസർവേഷൻ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. 1 പത്രോസ് 1-4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഒന്നുമില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് ആണത്. അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രാപിക്കാൻ പറ്റുന്നത് വളരെ ശക്തമായിട്ട് നമ്മൾ വായിച്ചു, പല പ്രാവശ്യം വായിച്ചു നമ്മൾ റിസർവേഷൻ ടിക്കറ്റിന്റെ കാര്യം മനസ്സിലാവും. ഈ ടിക്കറ്റ് പോക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചുട്ടി കുട്ടിക്കൊണ്ട് നടന്ന പണി നടന്നിട്ടൊന്നുമില്ല. അത് വളരെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് അബ്രഹാം പിതാവ് ഇത് നേരത്തെ കണ്ടതാണ് ഈ വിഷയം. ആരാണ് കണ്ടത്? അബ്രഹാം പിതാവ്. അബ്രഹാം പിതാവ് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഇവിടെ കിടന്നിട്ട് സമ്പാദിച്ചിട്ട് ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. കൂടാരമെങ്കിൽ കൂടാരം അടിച്ച് ജീവിച്ചാൽ മതി. എനിക്ക് ഒരൊറ്റ നോട്ടമേ ഉള്ളൂ ഈ സ്വർഗത്തിലോട്ടുള്ള നോട്ടം. ആദ്യം കണ്ട വ്യക്തി 2 പേരുണ്ട്. സ്തോത്രം. പഴയ നിയമത്തിലാണ് ആദ്യം ഇത് കാണുന്ന വ്യക്തികൾ. സ്തോത്രം. പഴയ നിയമത്തിലെ ആദ്യത്തെ വ്യക്തി ഹാനോക്ക് എന്ന് പറയും. യൂദായുടെ പുസ്തകം 14-ാമത്തെ വാക്യം വായിച്ചു. വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ടിപ്പുറത്ത് യൂദായുടെ പുസ്തകം എടുത്തു 16 അധ്യായം 14-15 ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠുരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. അപ്പൊ 1000 വിശുദ്ധന്മാരോടുകൂടി വരുന്നവർ ഹാനോക്ക് കാണുകയാണ്. ഹാനോക്കിനെ എവിടെ കാണുന്നത്? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിനകത്ത്. വെളിപ്പാട് പുസ്തകം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. അപ്പൊ ഈ ദൈവത്തിന്റെ 2ാമത്തെ വരവിനെ പറ്റി എവിടെ കണ്ടേക്കുന്നത്? എന്ന് തുടങ്ങിയത്
ഉൽപ്പത്തിയിൽ അപ്പൊ ഉൽപ്പത്തിയിലെ 5-ാം അധ്യായത്തിനകത്ത് ഒന്ന് എടുത്താണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ട് കാണാതെ. ഓക്കെ, അപ്പം ഉൽപ്പത്തി 5-ാം അധ്യായത്തിന്റെ എടുത്താണ്. അതിന്റെ 13 മുതൽ യെരമ്യാവിന് 13-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യം മുതൽ സോറി യാരേദിന് 162 വയസ്സായപ്പോൾ ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരദിന്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെഥുസലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവത്തോടുകൂടി എടുക്കപ്പെട്ട, മരണം കാണാതെ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ്, ദൈവസന്നിധി എടുക്കപ്പെട്ട വ്യക്തി ആരായിരുന്നു? ഹാനോക്ക്. ഈ ഹാനോക്ക് 365 വർഷം ജീവിച്ചിരുന്നു. ഞാൻ ഇതിനകത്ത് കാണുന്ന 10 പേരുണ്ട്. സ്വോത്രം. ഈ 10 പേരെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ഒരു ദിവസം നിങ്ങളെ പഠിപ്പിക്കാം. സ്വോത്രം. ദൈവത്തിന്റെ 2ാമത്തെ വരവിനെ പറ്റിയാണ് മുഴുവനും ഈ 5-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഈ ഇതിനകത്ത് കാണുന്ന 10 പേരുടെയും പേര് കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം തന്നെ ആളെ വരവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സ്വോത്രം. അപ്പൊ കർത്താവിന്റെ വരവിനെ പറ്റി ഉൽപ്പത്തിയിലുള്ളത് ഈ വെളിപ്പാട് പുസ്തകം തീർന്നതിന് ശേഷം. സ്വോത്രം. ഇവരുടെ എല്ലാവരുടെയും ആദ്യ പിതാക്കന്മാരായിരിക്കുന്ന 10 പേരുടെയും കാര്യങ്ങൾ, ആ പേരുകളെ പറ്റി, ആ പേരുകളുടെ അർത്ഥവും പഠിപ്പിച്ച് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ആ ഉൽപ്പത്തിയിലെ ആരെ പറ്റി പറഞ്ഞിരുന്നുവെന്ന്. കർത്താവിന്റെ 2ാമത്തെ വരവിനെ പറ്റി പറഞ്ഞിരുന്നുവെന്ന്. സ്വോത്രം. ഇനി നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 12-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. അതിന് മുമ്പ് 22 മുതലുള്ള വാക്യത്തിൽ പോകുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. അബ്രഹാം എങ്ങനെ കണ്ടുകൊണ്ടിരുന്നു നോക്കി. 10:9 മുതൽ വായിച്ചാൽ മനസ്സിലാകുള്ളൂ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവ ശില്പിയായി നിർമ്മിച്ചതും വളരെ ശ്രദ്ധിക്കണം. അബ്രഹാം തന്റെ മകന്റെയോടും കൂടെയും കൊച്ചുമകനോടും കൂടെ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവം ശില്പിയായി പണിത ആ വാഗ്ദത്ത ദേശത്തിന് ഇതിനു വേണ്ടി എന്ത് ചെയ്യുകയാണ്? കൂടാരങ്ങളാണ് പാർത്തുകൊണ്ടിരുന്നത്. സ്വോത്രം. ചെറിയ മനുഷ്യനല്ലായിരുന്നു, ഒരു ദേശം മുഴുവനും രാജാവായിട്ടാണ് അദ്ദേഹം ഉള്ളത്. സ്വോത്രം. രാജാവായിട്ട് എഴുതപ്പെട്ടിട്ടില്ല. ആണ് ആ ദേശം മുഴുവനും അദ്ദേഹത്തെ മാന്യനായിട്ട് കരുതിയിരുന്നു. സ്വോത്രം. അദ്ദേഹം പാർത്തിരുന്നത് എങ്ങനെയായിരുന്നു? വായിച്ച് കൂടാരങ്ങളിൽ ഇസഹാക്കിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് വായിച്ചു എടുത്തത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും. ദൈവം. അപ്പൊ ആരാണ് ശില്പി ആയിരിക്കണം നമ്മുടെ ഭവനത്തിന്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ പണിയുന്ന നഗരത്തിന് ഒന്നിനും എന്നില്ലെന്നറിയാം. ദൈവം പണിതെങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? അടിസ്ഥാനം ഉണ്ടാകത്തുള്ളൂ. പണ്ട് കാലത്ത് ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, പണ്ട് കാലത്ത് പഴമക്കാരായിരുന്നവര് വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട്. ഏറ്റവും വലിയ അടിസ്ഥാന കല്ലിടുന്നത് ഏറ്റവും വലിയ കല്ലായിരിക്കും. ഭയങ്കര പാറയായിരിക്കും ഇടുന്നത്. സ്വോത്രം. നമ്മളാകുമ്പോൾ ചെറിയ കല്ലിന് വേണ്ട പണിയുന്നത്. അവർ അടിസ്ഥാനത്തിന് കല്ലിടുന്നത് തന്നെ വലിയ വലിയ കല്ലുകളായിടുന്നത്, വലിയ പാറകളായിടുന്നത്. സ്വോത്രം. അതിന്മേൽ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യത്തില്ല, ഇളകത്തില്ല, നിൽക്കും. സ്വോത്രം.
അവർ ചെറുതായിട്ടല്ല പണ്ട് പണിതുകൊണ്ടിരുന്നത്. എന്നാൽ അവർ നോക്കിയപ്പോ അതുപോലുള്ള അബ്രഹാം നോക്കിയപ്പോൾ ദൈവം അടിസ്ഥാനം ഇട്ടത് ഇവരിളക്കും. മറ്റുള്ളവരൊക്കെ ഇടുന്നതിനൊക്കെ എന്തുണ്ട്? ഇളക്കമുണ്ടാകും. ഞാൻ ഇടുന്നതിനൊക്കെ എന്തുണ്ടാകും? ഇളക്കമുണ്ടാകും. എന്നാൽ ദൈവം അടിസ്ഥാനം ഇട്ടത് ഒരിക്കലും ഇളകാത്ത കല്ലിന് വിട്ടിരിക്കുകയാണ്. പാചാടിനിയും വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ മതി. അപ്പൊ ഇവർ എന്തിനു വേണ്ടി കാത്തിരുന്നത്? മകന് വേണ്ടി. അല്ലല്ല, സോറി, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. സ്വന്തം അടിസ്ഥാനമുള്ള അബ്രഹാം കാത്തിരുന്നതും ഹാനോക്ക് പ്രവചിച്ചതുമായ ആ നഗരത്തെ പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്തോത്രം. അപ്പൊ ആരൊക്കെയായിരുന്നു പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ കണ്ടിട്ടുള്ളതാണോ? വിശുദ്ധന്മാരെ വിശ്വാസത്തെ കണ്ടതാണ്. അമ്മ വിശ്വാസത്തെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം വെറുതെ വിശ്വസിക്കത്തൊന്നുമില്ല. ദൈവത്തിൽ പരിപൂർണ വിശ്വാസമുണ്ട്. അബ്രഹാം വിശ്വസിച്ചു, അവനത് നീതിയായി കണ്ണം കിട്ടും. അപ്പൊ നമ്മൾ വിശ്വസിച്ചാൽ നമുക്കത് സ്വോത്രം നീതിയായി കണക്കിടും. അപ്പൊ ഇങ്ങനെയുള്ള ആ വലിയ വലിയ വിശ്വാസ വീരന്മാര് ഇത് കണ്ടുപോയപ്പോൾ സ്വോത്രം യേശു പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നു? യേശു പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. അത് വായിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. 14-1 മുതൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇതാ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒരു ദിവസം ഇതെല്ലാം കഴിഞ്ഞ സമയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഇത് പറയാം, ദൈവത്തിൽ വിശ്വസിപ്പിൻ. സാധാരണയുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്തോത്രം. വിശ്വാസം 2 തരത്തിലുണ്ട്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായ ഞാൻ അച്ചാരെ വിശ്വസിക്കുന്നതും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. പിന്നെ അടുത്തത് എന്നിലും വിശ്വസിപ്പിൻ. പിന്നെ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ആരിരിക്കുന്നിടത്തിരിക്കണം. നമ്മുടെ നോട്ടം മുഴുവനും ആരിരിക്കുന്നിടത്തായിരിക്കണം. ഇവിടുത്തെ മന്ത്രി ഇരിക്കുന്നിടത്ത്, മഹാൻ ഇരിക്കുന്നിടത്ത്, മറ്റുള്ളിടത്ത് ഇരിക്കുന്നതല്ല നമ്മുടെ വിഷയം. വിഷയം എവിടെയാണ് ഇരിക്കുന്നത്? യേശുവിന്റെ കൂടെ എനിക്ക് ഇരിക്കണം. സ്തോത്രം. നമ്മുടെ ചിന്ത മുഴുവനും ആരോടുകൂടെ ഇരിക്കണം എന്നുള്ളതായിരിക്കണം. യേശുവിന്. ഇന്ന് ദൈവജനമേ, ഇന്ന് അനേകർ പലരോടുകൂടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ബുക്ക് ഇരിക്കുന്നത് കണ്ടു. ഫനേഷ്യ എന്ന് പറഞ്ഞ് ഒരു ബുക്ക് ഇരിക്കുന്നു. അത് എടുത്തുകൊണ്ട് വന്ന് ഏതാണ്ടൊക്കെ നോക്കിയാണ് ഒരു 2 പെൺപിള്ളേര് ഒരു സിനിമ ആർട്ടിസ്റ്റിന്റെ കൂടെ നിൽക്കുന്നു. അപ്പൊ അതിലൊരു പെണ്ണ് മോടെ കൂടെ പഠിച്ചതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതാ അവിടെ പേര് ഞാനാ പറഞ്ഞത്, ഹീന എന്നാണ്. ഹീന ആണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ അങ്ങനെ ഫോട്ടോ എടുത്ത് അവരോടുകൂടെ പോയി നിൽക്കാനായിട്ട് മനുഷ്യർക്കൊക്കെ എത്ര വലിയ താല്പര്യം. സ്വോത്രം. ഒരാളോടെ ഒന്ന് ഇരുന്ന് കിട്ടാൻ വേണ്ടി. സ്വോത്രം. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രസിഡന്റിന്റെ കൂടെ ഒക്കെ നമുക്കൊന്ന് ഒരു ദിവസം ഒന്ന് കാണാൻ ഒരു അവസരം കിട്ടിയ എത്ര, പിന്നെ ആ ജീവിതകാലം മുഴുവനും അല്ലേ പറയൂ. ആ ഒരു ഫോട്ടോ കിട്ടിയാൽ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറുടെ ഫോട്ടോ എനിക്ക് ആദ്യം അവിടെ എന്നോട് പറഞ്ഞു, പക്ഷേ നീ ഒന്ന് നിന്ന് ഞാൻ ഫോട്ടോ എടുക്കേണ്ടത് എടുത്തു. ആ ഫോട്ടോ എന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഏതാണ്ട് തപ്പി ചെന്നാൽ അവിടെ ഇരിക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ട് ഓരോരുത്തർ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ അതിനെ വലിയ കാര്യമാണ്. എനിക്ക് ആരോട് വിളിക്കണം? നമുക്ക് ആരോടാ ഇരിക്കേണ്ടത്? യേശുവിനോട് കൂടെ ഇരിക്കണം. നമ്മുടെ വാഞ്ച അതായിരിക്കണം, നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ടി വരാം. ഈ ലോകത്തിൽ നമുക്കൊന്നും നേടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, ആരും കൊണ്ടുപോയിട്ടുമില്ല. പക്ഷെ നമുക്ക് ഒരാളെ കൂടെ ഇരിക്കണം, ഒരാളെ കൂടെ വസിക്കണം. അത് ആരോടെ വസിക്കണം? എന്റെ യേശുവിന്റെ കൂടെ വസിക്കണം. അതായിരിക്കണം നമ്മുടെ നോട്ടം. വേറെ ഒന്നും നമ്മൾ നോക്കരുത്. ഈ ലോകത്തിലുള്ളത് തന്നെയല്ല നമ്മൾ നോക്കേണ്ടത്. പറയുന്നത് ഞാൻ ഇരിക്കുന്നിടത്ത് സ്തോത്രം. അവിടെ വായിക്കുന്ന ഒന്നുകൂടെ വയ്ക്കാം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ ചേർത്തുകൊള്ളും എന്ന് വാഗ്ദത്തം ചെയ്തവൻ ഉണ്ടാക്കിയ ആ നഗരത്തെ പറ്റിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്.
ഇനി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം നമുക്ക് നോക്കാം. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സ്തോത്രം. അതിന്റെ 20-21 വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും കൂടി പിന്നെ അടുത്തത് ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവന് എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അത്ര പേർ ആഗ്രഹിക്കുന്നു. നമുക്ക് ആരോടുകൂടെ ഇരിക്കണം? ലോകത്തിലെ ഏറ്റവും വലിയവരാണ്. അത് വലിയവരാരുമില്ല. അവ ഏറ്റവും വലിയവരോടുകൂടെ ഇരിക്കുന്നതാണ്. അതിൽ കൂടെ ആനന്ദ സന്തോഷം വേറെ വല്ലതും ഉണ്ട് ജീവിതത്തിൽ? സ്തോത്രം. യേശുവിൽ വലിയ നാമം വേറെ ഒരു നാമമില്ല. ആ യേശുവിനോടുകൂടെ ഇരിക്കാനുള്ളതാണ്, അവനോടുകൂടി ഇരുന്ന് വാഴുവാനുള്ളവരാണ്. ആ മനോഭാവം ആർക്കുണ്ടായിരിക്കണം? സ്തോത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ചപ്പും ചവറുമെന്നും സ്തോത്രം എങ്കിൽ മാത്രമേ നമുക്ക് അവനോടുകൂടി വസിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനോട് പറയാൻ വാദം പോകുന്നില്ല. ഞാൻ ഇതൊന്നും ഒന്നും നേടിയെന്ന് തോന്നുന്നില്ല, ഞാൻ അതിനുവേണ്ടി കാംക്ഷിച്ച് ഓടുകയാണെന്നാ പറയുന്നത്. സ്തോത്രം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. 21-9 മുതലുള്ള വാക്യങ്ങൾ. അന്ത്യവാദ 7 എന്ന് പറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്നതവൻ. അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർന്നു ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അപ്പൊ ആദ്യം നമ്മൾ കണ്ടതിന്റെ ഒരു വിവരണമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. 1 മുതൽ 9 വരെ 8 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടതിന്റെ എന്ത് ചെയ്യുകയാണ്? ഒരു ചെറിയ വിവരണം. സ്തോത്രം. ആ വിവരണം എങ്ങനെയാണ്? ആരാണ് വന്ന് പറഞ്ഞത്? സ്തോത്രം. മുമ്പേ 7 കലശം ഭൂമിയിൽ ഒഴിച്ച് 7 പാത നടത്തിയ ദൂതന്മാരിൽ ഒരുവൻ. ആ 7 പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മഹോദ്രവകാലത്ത് നടന്ന 7 കലശമായിരുന്നു. എന്തായിരുന്നു? ക്രോധ കലശം. ക്രോധ കലശമായിരുന്നു മഹോദ്രവകാലത്തെ 3.5 വർഷത്തിലുള്ള ഏറ്റവും ശക്തിയേറിയത്. സ്തോത്രം. മഹാപീഡനകാലം. അതിനെന്താ പറയുന്നത്? മഹോദ്രവകാലം. അതിന് എങ്ങനെ ഏറ്റവും വലിയ ശക്തമേറിയ ഉപദ്രവം ഉണ്ടായ കാലമായിരുന്നു. ആ കാലയളവിൽ പോയ 7 പേർ. അത് ഭയങ്കര സ്പീഡിലായിരുന്നു നടന്നത്. സ്തോത്രം. ആ ക്രോധകലശം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പോയത്. സ്തോത്രം. സ്തോത്രം. അത് പെട്ടെന്നായിരുന്നു നടന്നത്. അതിനുശേഷം അതിനകത്തിലെ ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ്. സ്തോത്രം. എന്താണ് വന്ന് പറയുന്നത്? സ്തോത്രം. അവനോട് പറയണം, നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ? കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. സ്തോത്രം. അവൻ യോഹന്നാൻ പറയാം, നീ എന്നോടുകൂടെ വന്നാൽ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ. അപ്പൊ മണവാട്ടിയെ കാണണമെന്ന് ആഗ്രഹിച്ച യോഹന്നാൻ എന്ത് ചെയ്തു? അവനോടുകൂടെ പോയി. എവിടെയാ പോയത്? ഉയർന്ന ഒരു മലയിൽ കൊണ്ടുപോയി. സ്തോത്രം. അപ്പൊ കാന്ത ഒരു ചെറിയൊരു രൂപമല്ല കാണേണ്ടത്, ഈ സകല കാന്ത മുഴുവനും കാണണം. സ്തോത്രം. ആ കാന്തയുടെ വലിപ്പം നമുക്ക് നോക്കിയാലേ. സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ സ്തോത്രം 22 മുതൽ 24 വരെയുള്ള വാക്യം നോക്കി. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാര രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേം എന്ന ഈ പറഞ്ഞ യെരൂശലേമിന്റെ കാര്യം പറയുന്നിരിക്കുന്നത്. സ്വന്തം. എന്നാൽ ആ സ്വർഗീയ യെരൂശലേമിന് അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘവും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും സ്വർഗത്തിലെ പേരെഴുതി എന്ന് പറഞ്ഞാൽ ആദാം മുതൽ
ലാസ്റ്റിൽ മഹോദരകാലത്ത് വരെ ലാസ്റ്റ് ദിവസം വരെയുള്ള പേര് എഴുതിയിട്ടുള്ള എല്ലാവരും. അപ്പൊ ആദാം മുതൽ അവസാനം വരെ പേരെഴുതി സ്വർഗത്തിൽ പേരെഴുതി കണ്ടിട്ടുള്ള എല്ലാവരുടെയും കാര്യമാണ് വന്നിരിക്കുന്നത്. ആ എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായി തീർന്ന നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലും അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഹാവേല് മുതൽ എല്ലാവരുടെയും സകല മനുഷ്യരും എവിടെ ഉണ്ട്? ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് കാന്ത കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. സ്തോത്രം. വന്നിട്ട് പറയാണ്, കുഞ്ഞാന്റെ കാന്തയെ ഞാൻ കാണിച്ചു തരാം. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തേജസ്സുള്ളതായി കാണിച്ചു. സ്തോത്രം. തേജസ്സുള്ളതായി കാണിച്ചു തന്നു. സ്തോത്രം. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ മന്ദിരം, ദൈവം പണിതിരിക്കുന്ന മന്ദിരം എങ്ങനെയുള്ളതാ? അതിന്റെ 7 കാര്യങ്ങളെ പറ്റി ഞാൻ പറയാൻ പോകുന്നു. ആ മന്ദിരത്തിന്റെ കാര്യങ്ങളെ പറ്റി. ആ മന്ദിരത്തിന് പേര് അതിന്റെ പേരിട്ടേക്കുന്ന വിശുദ്ധ നഗരം. സ്തോത്രം. അതിന് ആദ്യം പേരിട്ടേക്കുന്നത് എന്താണ്? വിശുദ്ധ നഗരം എന്നായിരുന്നു. സ്തോത്രം. പിന്നെ പറയാണ് അത് ഏറ്റവും തേജസ്സുള്ളതാണ്. സ്തോത്രം. ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയെ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത്. ദൈവ തേജസ്സുള്ളതായി. അപ്പൊ ഏറ്റവും തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കണ്ടു. അതല്ലേ. പിന്നെ അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തം തുല്യമായ. അപ്പൊ മൂന്നാമത്തെ വിഷയമാണ് ഏറ്റവും വിലയേറിയ രക്തം കൊണ്ട് പണിതിരിക്കുന്നത്. രക്തത്തിന് തുല്യമായി വലിയ സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. ഇവിടെ പോകാൻ മനസ്സുണ്ടോ? അടുത്ത വായിച്ചു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും. ഇതിന്റെ പ്രത്യേകത എന്താണ്? 12 ഗോപുരമുണ്ട്. നാലാമത്തെ പ്രത്യേകതയാണ് ഇതിന് 12 ഗോപുരമുണ്ട്. പിന്നെ ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. 12 ദൂതന്മാരും അതിലുണ്ട്. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളിലെയും പേര് കൊത്തിയിട്ടുമുണ്ട്. ഓ, അപ്പൊ അവിടെ ഈ ഗോപുരത്തില് ആരുടെ പേരാ ഉള്ളത്? അപ്പൊ ഗോത്രപിതാക്കന്മാരുടെ 12 പേരുടെയും പേര് അപ്പൊ ആദ്യം ഉള്ളവരുണ്ട്. ഗോത്രം. പിന്നെ അടുത്തത് കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും. അടിസ്ഥാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പൊ ഈ ആദ്യം ഗോപുരത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ദൈവം ആരെയും വിട്ടുകളയത്തില്ല. സ്തോത്രം. ആദ്യം ഗോത്രപിതാക്കന്മാരെ എന്ത് ചെയ്തു? അവിടെ ഗോപുരത്തിന് അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്താണ് ഇനി മതിലിന്റെ അടിസ്ഥാനം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും. നഗരത്തിന്റെ മതില് ഇത് സമചതുരത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. സമചതുരത്തിലുള്ളതാണ്. ആ സമചതുരത്തിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം. ഇതിപ്പോ സമചതുരം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം സമചതുരം. നോക്കിയോ, ഇതിന് 3 എണ്ണം വടക്കോട്ട്, 3 എണ്ണം തെക്കോട്ട്, 3 എണ്ണം പടിഞ്ഞാട്ട്, 3 എണ്ണം കിഴക്കോട്ട്. അപ്പൊ ഇത് 3 ഗോപുരമുണ്ട്. ആ 3 ഗോപുരത്തിന് 4 പേര് 4 ഗോപുരമുണ്ട്. 4 ഗോപുരത്തിന് 3 പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ 12 ഗോത്രപിതാക്കന്മാരുടെ പേര്. ഇപ്പൊ ഇതിന്റെ 4 മതിലുണ്ട്. ഗോത്രം 4 മതിലല്ലേ? അപ്പൊ 4 മതിലുണ്ടെങ്കിൽ ഈ 4 മതിലിന്റെ അടിസ്ഥാനം നോക്കണം. എങ്ങനെയാ പണിതേക്കുന്നത്? നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും. 12 അടിസ്ഥാനമുണ്ട്. ഓ, അപ്പൊ മതിലിന് എത്ര അടിസ്ഥാനമാണ്? 12 അടിസ്ഥാനം. അതിന്റെ അടിസ്ഥാനം ആയതുകൊണ്ട് 4 മതിലൂടെ എത്ര അടിസ്ഥാനം വീതം വരും? ഒരു ലൈനില് 3 അടിസ്ഥാനം വീതം വരും. ഓക്കെ, അങ്ങനെയുള്ള അടിസ്ഥാനം അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. അടിസ്ഥാനം ഏതാണ് പറഞ്ഞേക്കുന്നത്? ഓ, അപ്പോസ്തലന്മാർ. അപ്പൊ അടിസ്ഥാന കല്ല് ആരാണ്? ഈ മതിലിന്റെ അടിസ്ഥാനത്തിന് ആരുടെ പേര്? അപ്പോസ്തലന്മാർ.
മൂലക്കല്ല് അത് വേറെ വിഷയം. ഇതിന്റെ വിഷയം ഇല്ല. സ്തോത്രം. അത് സഭയുടെ കാര്യമായിരുന്നു. ഇത് വിഷയം വേറെയാണ്. സ്തോത്രം. രണ്ടും രണ്ടാണ്. അപ്പൊ ഇത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? പുത്തനാം യെരൂശലേമിന്റെ യെരൂശലേം പണിതിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിന്റെ മതിലിന്റെ അടിസ്ഥാനത്തിന്റെ കല്ലാണ്. സ്തോത്രം. മതിലിന്റെ അടിസ്ഥാനം. സ്തോത്രം. അതെങ്ങനെയാ പണിതിരിക്കുന്നത്? കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേര് 12 പേരുണ്ട്. പിന്നെ അടുത്ത് എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവ് പോലെ ഉണ്ടായിരുന്നു. അളക്കുന്ന പോലെ എങ്ങനെയുള്ളത്? ചുമ്മാ തടി കൊണ്ടോ കമ്പ് കൊണ്ടോ ഒന്നും അല്ല, കേപ്പൊന്നും അല്ല. ഇപ്പോഴത്തെ പറഞ്ഞുള്ള കേപ്പൊന്നും അല്ല. എന്തുകൊണ്ടുള്ള അളവ് പോലെ പൊന്നുകൊണ്ടുള്ളതാണ്. സ്തോത്രം. അടുത്തത് നഗരം സമചതുരമായി കിടക്കുന്നു. ആ നഗരം എങ്ങനെയുള്ള സമചതുരമായിട്ടുള്ളതാണ്. സ്തോത്രം. അതിന്റെ നീളവും വീതിയും നീളവും സമം. അതിന്റെ നീളവും വീതിയും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും. ഇത് അതല്ലേ ഇതിന്റെ നീളവും വീതിയും നമുക്കറിയാവുന്ന ലാംഗ്വേജ് പറഞ്ഞുതരാം. 1500 മൈലായിരുന്നു. 1500 മൈലാണ് ഇതിന്റെ നീളം വീതി. പിന്നെ ഉയരം ഇതിന്റെ ആ വോളിന്റെ ഉയരം എന്ന് പറയുന്നത് ഫീറ്റ് 216 അടി ഉയരമായിരുന്നു. സ്തോത്രം. നമുക്കറിയാവുന്ന ലാംഗ്വേജ് പറയുന്നു. സ്തോത്രം. അപ്പൊ ഇനി ബൈബിൾ ലാംഗ്വേജിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞത്. സ്തോത്രം. വായിച്ചിനി അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം. 144 മുഴം. അതാണ് ഞാൻ പറഞ്ഞത് 216 അടി. അടുത്ത 144 മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി ഇനി കാണുന്ന പണി എന്തൊക്കെയൊക്കെ സൂര്യകാന്തം നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. പിന്നെ അടുത്തത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പൊ ഇതിന് പണി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ സൂര്യകാന്തം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഊതി കഴിക്കണം. പിന്നെ അടുത്തത് നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം. ഒന്നാം അടിസ്ഥാനം എന്തിനാണ്? അടിസ്ഥാനം ഇട്ടേക്കുന്നതാണ് സൂര്യകാന്തം കൊണ്ട്. പിന്നെ രണ്ടാമത്തേത് നീലരത്നം. മൂന്നാമത്തേത് മാണിക്യം. നാലാമത്തേത് മരതകം. അഞ്ചാമത്തേത് നഖവർണി. ആറാമത്തേത് ചുവപ്പ് കല്ല്. ഏഴാമത്തേത് പീതരത്നം. എട്ടാമത്തേത് ഗോമേതകം. ഒമ്പതാമത്തേത് പുഷ്യരാഗം. പത്താമത്തേത് വൈഡൂര്യം. 11ാമത്തേത് പത്മരാഗം. 12ാമത്തേത് സുഗന്ധി രത്നം. ഇതിന്റെ പേരെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ കണ്ടുപോയില്ല. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അതിന്റെ പേരൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുമായിരുന്നു. നമ്മളിന്ന് പേര് പോലും സാധാരണ ഇതില് അറിയത്തു പോലില്ല അത് പേരുകളൊക്കെ. അപ്പൊ ഇത്രയും വലിയ കൂടിയ രത്നം കൊണ്ടാണ് അടിസ്ഥാനം. അപ്പൊ ആ രത്നത്തിന്റെ ആ രത്ന ചുരുക്കം ഞാനെന്ന് പറയട്ടെ. അപ്പൊ ഇവരുടെ എല്ലാം മൂല്യബന്ധമായിരുന്നു. ആ അപ്പോസ്തലന്മാരുടെ ദൈവത്തിന് വേണ്ടി നിന്ന മൂല്യം അവരെങ്ങനെ നിന്നു? വിശ്വാസം. അവരുടെ ജീവനെ അവര് ആർക്ക് വേണ്ടി വിട്ടുകൊടുത്തു? അതാണ് അതിന്റെ വില. ആ വില കൂടുന്നത് എവിടെയാണ്? ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ. നമ്മൾ ഇന്ന് ഈസി തൊഴില് അങ്ങോട്ട് കയറാൻ ചെല്ലാനിരിക്കുക. ഈസി വേയില് അവരൊക്കെ പോയ വഴികള് നമ്മൾ ഒന്ന് നോക്കാം. എബ്രായലേഖനം 11ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഒന്ന് നോക്കി. അവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു? നമ്മൾ എവിടെ കൂടെയൊക്കെ ജീവിക്കുന്നത്? സ്തോത്രം. അതിന്റെ 34 മുതലൊന്ന് വായിച്ചു. അത് 33 പോലെ
വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയെ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ഈ തോൽ ധരിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ ഇന്നാണ് ഒരു ദിവസം വേറെ പഠിച്ചതാണ്. ഈ ആടിനെയൊക്കെ കൊന്നിട്ട് അതിന്റെ പച്ച തോലുണ്ടല്ലോ അത് ദേഹത്തോട്ടാണ് ചുറ്റും, എന്നിട്ട് വെയിലത്തോട്ടാണ് ഇടും മനുഷ്യന്. അപ്പൊ ഈ തോല് ഈ പച്ച ഉണങ്ങുന്നുണ്ടെങ്കിലും ഈ മനുഷ്യനെ എന്തോ ചെയ്തോണ്ടിരിക്കാൻ പറ്റും. ഈ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. ഈ സാധാരണ മനുഷ്യനെ കൊല്ലുന്നവരാണ് കൊല്ലുന്നത്, അല്ല അറുത്ത് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത വായിച്ചു. ഉപദ്രവം കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം നിവർത്തി. എന്തിനു വേണ്ടിയോ? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന്, അപ്പൊ നമുക്ക് വേണ്ടി ദൈവം നല്ലത് ഏറ്റവും നല്ലതെന്ന് മുൻകരുതിക്കൊണ്ട് ഇരിക്കുകയാണ്. സ്തോത്രം. ഇവർ ഇത്രയല്ല കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പോയി അവരുടെ അവരുടെ പേരാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. അവരെങ്ങനെയാണ് അവരുടെ പറഞ്ഞിരിക്കുന്നത്? പുഷ്യരാഗം, ഗോമോദയം, വൈഡൂര്യം, പത്മരാഗം, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. ഇവരെല്ലാമാണ് അടിസ്ഥാനം. സ്തോത്രം. അതിന്മേലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്തോത്രം. പിന്നെ അടുത്ത വായിച്ചോട്ടെ. അതിന് 12-21 പോലെ 12 ഓവരവും 12 മുത്ത്, ഓരോ ഓവരും ഓരോ മുത്ത് കൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കം. ഞങ്ങൾ ഈ ഗൾഫിലൊക്കെ പോകുന്നവരുള്ളൊരു തങ്കമൊക്കെ ഒരുപാട് കാണാൻ കിട്ടുമായിരുന്നു. ഇവിടെ വന്ന് പിന്നെ ഇപ്പൊ ബന്ധുക്കോസിലായ പിന്നെ ഈ തങ്കത്തിന്റെ സ്വർണ്ണത്തിന്റെ ഒന്നും പറയാം. ഞാൻ അത്താണ്ട് ഒരു ദിവസം പറഞ്ഞു, അച്ഛാ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ മനസമാധാനമായിട്ട് കടയിലൊന്നും പോകാതെ സ്വസ്ഥമായിട്ടൊന്ന് കടയിൽ പോകാം, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനോട് കയറി മുമ്പോടി അതാണ് മറ്റേ അമ്മമ്മയുടെ കണ്ടോ മറ്റേ അച്ചാച്ചന്റെ കണ്ടോ ഇതൊന്നും പറഞ്ഞ് എന്തോ ഒരു ബഹളമാണ്. ഇപ്പൊ ഒരു സ്വസ്ഥത ഉണ്ടല്ലോ, അല്ലയോ? എന്നിട്ട് പറഞ്ഞു മന്ദിരം അത് കണ്ടില്ല. മന്ദിരം കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടും. ഇവിടെ അവിടെ പോയി മന്ദിരം ഉണ്ടാക്കി ചെറിയ കുട്ടി ദൈവങ്ങളെ ഒന്നും ആരാധിക്കാൻ പറ്റത്തില്ല. ഇന്നലെ ഞാൻ അവിടെ ഈ ഇന്ത്യങ്ങളെ ചെന്ന് ഇഷ്ടംപോലെ കുഞ്ഞു ദൈവങ്ങൾ ഇങ്ങനെ നേരാന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ദൈവങ്ങളെ കിട്ടും. ചില്ലറ പൈസ കൊടുത്താൽ മതി, ഇഷ്ടംപോലെ ദൈവങ്ങളെ കിട്ടും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പേര് പോലും പുതിയ പുതിയ പേര്, തക്കാളിയും ടൊമാറ്റോയും ചിക്കനും എല്ലാം പറഞ്ഞ് ഇപ്പൊ ചിക്കനും തക്കാളിയും ഒക്കെ തിന്നുന്നത്. അപ്പൊ അതിന്റെ പേരിലുള്ള രോഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കൃഷി ചെയ്താൽ ജീവിച്ചുകൊണ്ടത്. ഞാൻ കൃഷിയെ പറ്റി പഠിച്ചപ്പോഴാണ് കൂടുതൽ മനസ്സിലായത്. കൃഷി ചെയ്തതിനെ കൂടുതൽ ജീവിച്ചു. അപ്പൊ അവരാരല്ല ആശ്രയിക്കുന്ന മുഴുവൻ എന്തുകൊണ്ടാ? കാലാവസ്ഥ. അത് വെള്ളമല്ല. ആരുടെ മുഖത്തോണ്ട് എപ്പോഴും ഇപ്പൊ ആരുടെ മുഖത്തോണ്ട് നോക്കുന്നത്? ഇപ്പത്തെ എന്താണ് അവരമ്മ കറങ്ങിയത്? അപ്പൊ അവരെ പോയി കെട്ടിപ്പിടിക്കുന്ന പരിപാടിയാണ്.
അല്ല ഇപ്പൊ രോഗം എന്താ ഇപ്പൊ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും രോഗം മാറ്റാൻ പറ്റത്തില്ലയോ? അമ്മയുടെ ശക്തി അങ്ങ് പോയി. ഈ ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് ഈ കേരളം, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഈ ലോകത്തിലുള്ള സർവ്വ കേരളത്തിലുള്ള കേരള മക്കളെല്ലാം കൂടെ കേരളത്തിലൂടെ അവിടെ നിൽക്കാൻ സ്ഥലമുണ്ടോ? കേരളത്തിലെ ദൈവത്തെ അനുഗ്രഹിച്ച മാതിരി ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങളെ ഈ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടോ? 12 അപ്പോസ്തലന്മാരുള്ളതിനകത്ത് ഒരു അപ്പോസ്തലനെ അയച്ച കൊച്ചു കേരളമാണ്. ഈ കൊച്ചു കേരളത്തിലെ ദൈവത്തിന്റെ അനുഭവം അനുഭവിച്ച ദൈവമക്കള് സ്വത്രം ഈ ദൈവത്തെ വിട്ടിട്ട് ജീവിക്കുകയാണോ? ആണോ? ഇല്ല. നമ്മളോട് തന്നെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്? അവർക്ക് ഇത്ര വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, പക്ഷെ അവർക്ക് ഒന്നുണ്ടായിരുന്നു, ഒരു ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് അവർക്ക് ബോധമുണ്ടായിരുന്നു. ഈ അച്ഛൻ ഇപ്പൊ ഇറങ്ങി തിരിച്ചേക്കുന്നു. അച്ഛൻ എന്തുകൊണ്ട് ഇറങ്ങി തിരിക്കുന്നത്? എന്റെ വലിയപ്പച്ചന് എനിക്കുള്ളത് മുഴുവനും വിറ്റിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോയി. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇത് നമ്മൾ പഠിച്ചത് കൊണ്ട് നമ്മൾ മിടുക്കലാകുന്നില്ല. പക്ഷെ നമ്മളെ സ്വയം പരിശോധന ചെയ്യണം. നമ്മൾ അനേകരൊന്നുമില്ല, നമ്മൾ സ്വയം പരിശോധന ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം? എവിടെ വസിക്കാൻ വേണ്ടി? ആരോട് വസിക്കാൻ വേണ്ടി? യേശുവിനോട് വസിക്കാൻ വേണ്ടി. അടുത്ത വായിച്ചാണ് 12:22 മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ മുഴുവൻ ഇത്രയും വലിയ നഗരത്തെ, ഇത്രയും വലിയ നഗരം ഉണ്ടാക്കിയ ദൈവത്തിന് അവിടെ ലൈറ്റിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇന്ന് ഇവിടുത്തെ ലൈറ്റ് ഒന്ന് പോയി പോകട്ടെ, കറണ്ട് ഒന്ന് പോയി പോകട്ടെ, മനുഷ്യനെ പട്ടിണി എന്തുമാത്രം കിടക്കുമെന്നറിയാം. 4 ദിവസത്തിനുള്ളിൽ പട്ടിണിയാണ്, ക്ഷാമം തുടങ്ങും. സ്വോത്രം. ലോകമാസകലം പവർ കട്ട് വന്നു കഴിഞ്ഞു. ചെറിയ കാര്യമൊന്നുമല്ല. കാരണം യാതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇത് മനുഷ്യനെ മുഴുവൻ ആശ്രയിക്കുന്നതിനകത്തില്ല. ലോകം മുഴുവന്റെ ആശ്രയം ഒന്നില്ല. കുഞ്ഞാടതിന്റെ വിളക്കാകും, ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഗോപുരങ്ങൾ പകൽ സമയത്ത് അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ല. അപ്പൊ പകൽ അടയ്ക്കത്തില്ല, രാത്രിയും അടയ്ക്കത്തില്ല. അപ്പൊ രാത്രി അപ്പം ദൈവസന്നിധിയിൽ അപ്പൊ നമ്മളിവിടെ ഉറങ്ങുന്നു. ആ ദൈവത്തോടു കൂടി അല്ലേ? ദൈവത്തിന് ഉറക്കമില്ല, നമുക്ക്. അപ്പൊ ഈ ക്ഷീണം എന്ന് പറയുന്ന ഒന്ന് അപ്പൊ ഇപ്പൊ മനുഷ്യന് ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ്. 8 മണിക്കൂർ ബന്ധത്തിലുള്ള വല്യമ്മ പറഞ്ഞു, ഇവിടെ ഇച്ചിരി ചായ എടുത്തുവോ അല്ലെങ്കിൽ ഒരു പാരക്ക പിടിച്ചു കുടിക്കും. അവിടെ ഈ സ്വോത്രം മാത്രം പറഞ്ഞിട്ട് എത്ര വിശപ്പില്ല, ദാഹമില്ല. അല്ല, ഇനി അവിടെ നാരങ്ങാനീരൊന്നും പിടിച്ചു കുടിക്കണ്ടെന്നുണ്ട്. ഈ അഗ്നി ഈ കത്തുന്ന ദീപകയിലോട്ടാണ് വീണോളും. അന്നേരം ഈ ധനവാനായ മനുഷ്യൻ പറഞ്ഞ മാതിരി ആ ലാസറിന്റെ കഴിഞ്ഞ വിരലിന്റെ അറ്റം കൊണ്ടെങ്കിൽ എന്റെ തൊണ്ടയൊന്നും നനയ്ക്കണേന്ന് പറഞ്ഞ മാതിരി അന്നേരം നാരങ്ങാനീരല്ല കിട്ടാൻ പോകുന്നത്. അതും കിട്ടത്തില്ല. സ്വോത്രം. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ. ഇവിടെയാ പ്രശ്നം. കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അത് പറഞ്ഞ റിസർവേഷൻ ഇല്ലാത്തവർക്ക് ആർക്കും അങ്ങോട്ട് റിസർവേഷൻ ഇല്ലാത്തവർക്ക് ആർക്കും അങ്ങോട്ട്. അവിടുത്തെ സെക്യൂരിറ്റി ഇവിടുത്തെ അമേരിക്കൻ സെക്യൂരിറ്റി ചെക്ക് പോലൊന്നും അല്ല. അവിടെ ഇഷ്ടംപോലെ സെക്യൂരിറ്റി ഉണ്ട്. സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഏവനും അല്ല പുറത്തു തന്നെ. അശുദ്ധമായത് യാതൊന്നും
പോഷണം പ്രവർത്തിക്കുന്നവൻ ആരും അത് കടക്കും. അപ്പം ഈ നല്ല റിസർവേഷൻ ടിക്കറ്റുമായിട്ട് ചെന്ന് അത് കൺഫേം ചെയ്ത് പോകുന്നതിന് മുമ്പ് ശരിയാക്കണം. അതാണ് വലിയ ഏഴെന്നൊന്നുമില്ലേ ഡയറക്റ്റ് ബുക്കിങ് ഇന്റർനെറ്റ് അത് ഡയറക്റ്റ് ബുക്ക് ചെയ്തോണം. ഇത് വേറെ ആരും ഏതെന്നൊന്നുമില്ലേ. പിന്നെ ഞങ്ങളെപ്പോലെ ഇതുപോലുള്ള ഈ ചെറിയ കൂട്ടായ്മയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കും അതിനു വേണ്ടി. ഇതെങ്ങനാ ബുക്ക് ചെയ്യുന്നത് പഠിപ്പിക്കാൻ വേണ്ടി. സ്തോത്രം. അവൻ ഇതിന് ബുക്ക് ചെയ്യേണ്ടി ഒരാളതാ നമ്മുടെ ജോലിയാണ്. എല്ലാരും എടുത്തിരിക്കുക. എടുത്താ ഭാഗ്യം. എടുത്താന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം എഴുതത്തുമില്ല. അതിനൊക്കെ രസം. അത് ഒത്തിരി പേര് വിളിക്കപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പൊ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ കാരണം ഈ വഴി വിശാലമായ വഴി കൂടെ പോകുന്ന എല്ലാവർക്കും വലിയ താല്പര്യം. ഇടുക്കവും ഞെരുക്കമുള്ള വഴി കൂടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് മുതൽ സ്തോത്രം നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഇത് ഞാൻ വളരെ രസകരമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. വേറൊരാളെ ശോധന ചെയ്യാൻ പറ്റും. വേറൊരാൾ പറയുന്ന അനുസരിച്ചിട്ട് നൽകുന്നുണ്ട്. സ്തോത്രം. അമ്മ ശ്രദ്ധിച്ചു. നമ്മളെ ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഏത് ഡിനോമിനേഷനോ ഇതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് എവിടെ പോകണമെന്നുള്ള ആ ഒറ്റ ചിന്ത നമുക്കാകണം. കാരണം ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ അവസാന കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അധിക കാലങ്ങളൊന്നുമില്ല. ഏത് നേരത്തും ഏത് നിമിഷത്തിലും ഈ ലോകം വിട്ടു വരിക. സ്തോത്രം. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. 7 കാര്യങ്ങളാണ് ഇവിടെ ദൈവം ചെയ്തിരിക്കുന്നത്. ഒന്ന്, വിശുദ്ധ നഗരം. ഏറ്റവും തേജസ്സുള്ള ഒരു നഗരമാണ് വരാൻ പോകുന്നത്. വിലയേറിയ രത്നങ്ങളാൽ സ്തോത്രം സ്വർണം കൊണ്ടും പണിയപ്പെട്ടിരിക്കുന്നത്. അതിന് 12 ഗോപുരങ്ങളുണ്ട്. 12 ഗോപുരങ്ങളിൽ 12 ഗോത്രപിതാക്കന്മാരുടെ പേര് എഴുതിയിട്ടുണ്ട്. അതിന് മതിലുണ്ട്. മതിലിന്റെ 12 അപ്പോസ്തലന്മാരാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. സ്തോത്രം. സമചതുരമായിട്ടുള്ളതാണ്. 7ാമത്തെ വിഷയം അതിനകത്തില് കുഞ്ഞാട് ആണ് അതിന്റെ മന്ദിരം. സ്തോത്രം. 7 കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിനകത്തില് അബ്രഹാം ഇതിനു വേണ്ടി എന്ത് ചെയ്തു? കാത്തിരുന്നു. നമ്മൾ ആരെ പോലുള്ള വിശ്വാസികളാണ്? അബ്രഹാമിനെ പോലെ ഉള്ള വിശ്വാസികളാണ്. നമ്മൾ ആ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പ്രവർത്തി കൂടാതെ വിശ്വാസം വ്യർത്ഥമത്രേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇനി ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ഇതിന്റെ റിസർവേഷൻ ടിക്കറ്റിന്റെ കാര്യം ഒന്നുകൂടെ എന്ന് പറയാം. പത്രോസിന്റെ ലേഖനം ഒന്നെടുത്ത്. 1 പത്രോസ്. അത് ഓർത്തിരുന്നോളൂ. എല്ലാവരും വായിച്ചു നോക്കണം. വീണ്ടും വായിച്ചു നോക്കണം. അതൊക്കെ അതിന്റെ 1 പത്രോസ് 1:5-25-23 വാക്യം എന്ന് പറയുന്നത്, കെടുന്ന വിധത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്തിനാണ്? ഇതിന്റെ റിസർവേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം റിസർവേഷൻ എടുക്കുന്നതിന്റെ ആദ്യം അതിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. അത് നമ്മള് എന്ത് ചെയ്യണം? ഒന്നുകൂടെ 4ാമത്തെ വാക്യം വായിച്ചു. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തി കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടി എങ്ങനെയായിരിക്കണം?